എഡിറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിനായി കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. തുറന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഇടതുവശത്തു കാണുന്ന ഈ വലിയ സർക്കിൾ, 3 സർക്കിൾ കാണും, അതിലെ ഏറ്റവും വലിയ സർക്കിൾ, അതാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്ന മെയിൻ ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്നത് നമ്മുടെ വീഡിയോയുടെ സൈസുകളാണ്. നമുക്ക് ഏത് സൈസിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സൈസ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൈസ് തിരഞ്ഞെടുത്ത ശേഷം ഇപ്പോൾ നമ്മൾ പോകുന്നത് കൈൻമാസ്റ്ററിൻ്റെ മെയിൻ എഡിറ്റിംഗ് പേജിലേക്കാണ്. ഇവിടാണ് നമ്മൾ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമുക്കിപ്പോൾ എന്താണ് ആവശ്യം? ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം. അതിനായി വലത് ഭാഗത്ത് മുകളിലായി കാണുന്ന മീഡിയ എന്നത് ക്ലിക്ക് ചെയ്യുക. മീഡിയ എന്നത് ചെന്നെത്തുന്നത് നമ്മുടെ മൊബൈലിലെ ഗാലറി പോലൊരു സൈഡിലാണ്. അത് വിവിധ ഫോൾഡറുകളായിട്ട് അവർ വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട്, വാട്സപ്പ് ഇമേജ്, അങ്ങനെ വാട്സപ്പ് വീഡിയോസ്. നമുക്കിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വീഡിയോ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കണം. നമ്മളങ്ങനെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അത് താഴായിട്ട് വരുന്നതായി നമുക്ക് കാണാം. അതിനുശേഷം ഈ വീഡിയോ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം. അതിനായി മുകൾ ഭാഗത്തെ ടിക്ക് ബട്ടൺ വലതുവശത്തായി കാണുന്ന ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ കൈൻമാസ്റ്ററിലെ മെയിൻ എഡിറ്റിംഗ് പേജിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാം? നമുക്ക് ഈ വീഡിയോ പ്ലേ ആക്കുന്നതിനായി ഈ വലതു ഭാഗത്ത് കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പ്ലേ ആക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പം മെയിനായിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു ഫോട്ടോ എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാം, വീഡിയോയുടെ കൂടെ ഫോട്ടോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഫസ്റ്റ് നോക്കാം. അതിന് മീഡിയ മുമ്പേ നമ്മൾ സെലക്ട് ചെയ്ത മീഡിയ തന്നെ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ തിരഞ്ഞെടുക്കുക. അത് നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ താഴെ ഭാഗത്ത് ഇതായിട്ട് കാണുന്നതാണ്, നമുക്ക് ഒരു ലൈൻ കാണുന്നില്ലേ സെക്കൻഡ് വെച്ച്, അത് നമുക്ക് വീഡിയോ മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ അത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഈ സെക്കൻഡ് കാണിച്ചിരിക്കുന്നത്, ഈ സെക്കൻഡ് മാറുന്നത് കണ്ടോ? താഴേക്കൊരു ലൈൻ കാണാം. നമുക്കതൊരു പോയിൻ്റായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. നമ്മുടെ ഫോട്ടോ അവിടെ സെലക്ട് ചെയ്തു. ഇനി ഈ ഫോട്ടോ നമുക്ക് വീഡിയോയുടെ ഫ്രണ്ടിലല്ല വരണ്ടേ, വീഡിയോ പ്ലേ ആകുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വരണമെങ്കിൽ ലെയർ ക്ലിക്ക് ചെയ്യണം. ലെയർ ക്ലിക്ക് ചെയ്ത് ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് ടിക്ക് കൊടുത്ത് അവിടെ വരുന്നതാണ്. ഈ ഫോട്ടോ ഇപ്പം നമ്മുടെ വീഡിയോയുടെ മുകളിലായിട്ടാണ് വന്നത്. മുമ്പേ വന്നത് വീഡിയോയുടെ ഫ്രണ്ടിൽ, എന്ന് വെച്ചാൽ വീഡിയോ പ്ലേ ആകുന്നതിന് മുമ്പാണ് ആ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോ വീഡിയോയുടെ മുകളിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ സ്ക്രീൻ മുഴുവൻ ഈ ഫോട്ടോ ആക്കണം നമുക്ക്. അതിനു വേണ്ടി നമ്മൾ ആ ഫസ്റ്റ് നമ്മളെടുത്ത ഫോട്ടോയില്ല, സെക്കൻഡ് വീഡിയോയുടെ മുകളിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുടർന്ന് ലഭിക്കുന്നതിൽ നിന്നും ഇടതുവശത്ത് കാണുന്ന മൂന്നാമത് നടുക്കായിട്ട് അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. ഫോട്ടോ റൊട്ടേറ്റ് ആവുന്നതാണ്. നേരെ വെച്ച ശേഷം സെലക്ട് ചെയ്ത് നടുക്കായി കാണുന്ന ഈ ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഓഫിൻ്റെ ഇതിലാണ് കിടക്കുന്നത്. അത് രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം ആ ഫോട്ടോ. ഇതാണ് നമ്മുടെ സൈസ്. ഇതല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാക്കണമെങ്കിൽ ഓഫ് ബട്ടൺ കൊടുത്ത ശേഷം ഈ ഫോട്ടോയുടെ വലതുവശത്തെ 2 മൂലകളിലായി കാണുന്ന താഴത്തെ മൂല ഫോട്ടോയുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മുകളിലത്തെ ഇത് നമുക്ക് ഫോട്ടോ ഏത് രീതിയിൽ വയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് വലുതാക്കി തന്നെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ആവശ്യം ഈ ഫ്രണ്ടിലത്തെ ഫോട്ടോ നമുക്കിപ്പം വേണ്ട. നമ്മളിപ്പോൾ തെറ്റായി അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധത്താൽ
നമുക്ക് ആവശ്യമില്ലാത്തൊരു വീഡിയോയോ ഫോട്ടോയോ ഇതിൽ വന്നെങ്കിൽ അതെങ്ങനെ ഡിലീറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടാത്ത ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇടതുവശത്ത് കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ഡിലീറ്റായി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എങ്ങനെ ഇതിൽ ആനിമേഷൻ ലെറ്റേഴ്സ് ചേർക്കാം, അതായത് ടെക്സ്റ്റ് ചേർക്കാം എന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ ലഭ്യമാകുന്ന ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടത് അത് ചേർക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ചേർക്കാം. എന്നിട്ട് ഓക്കെ ബട്ടൺ കൊടുത്ത് അതിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരവിടെ വന്നു. നമുക്ക് ആവശ്യാനുസരണം അതിന് വലിപ്പം കൂട്ടാം, അതായത് സൈസ് രീതിയിൽ ചരിച്ചോ നേരെയോ വയ്ക്കാം. അതിനുശേഷം നമുക്കിപ്പോൾ ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മാറ്റാം. എന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മാറ്റാം. അതിനായി വലതുവശത്തു കാണുന്ന മുകൾ വശത്ത് ആദ്യമായി കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ ഇവിടെ ലഭ്യമാകുന്ന ഷേപ്പുകളിൽ നമുക്ക് ഇത് ആൻഡ്രോയിഡ് ഷേപ്പുകളാണ്. നമുക്ക് ലാറ്റിൻ ഷേപ്പുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിലൊരെണ്ണം സെലക്ട് ചെയ്ത ശേഷം ടിക്ക് ബട്ടൺ കൊടുത്ത് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വേർഡ് ടെക്സ്റ്റിൻ്റെ രൂപം മാറിയിരിക്കുകയാണ്. ഇനി നമുക്കിതെങ്ങനെ ആനിമേഷൻ ആക്കാം. ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് വലതുവശത്ത് കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്ത ശേഷം ഇഷ്ടമുള്ളൊരു ആനിമേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടിക്ക് ബട്ടൺ കൊടുക്കുക. താഴേക്കും ആവശ്യത്തിന് ആനിമേഷനുകൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇഷ്ടംപോലെ ആനിമേഷൻ. അതിൻ്റെ താഴെ കാണുന്നത് അതിൻ്റെ സ്പീഡാണ്. എങ്ങനെ സ്പീഡ് ചെയ്യണമെന്ന് കുറച്ചോ കൂട്ടിയോ എല്ലാം ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ആനിമേഷൻ കൊടുത്ത് വീഡിയോ സെറ്റാക്കിയിരിക്കുകയാണ്. വീഡിയോ ഒന്ന് പ്ലേ ആക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഈ ടെക്സ്റ്റ് നമുക്ക് വീഡിയോയുടെ എത്ര ലെങ്ത് വരെ വേണമെന്നനുസരിച്ച് അത് ഇങ്ങനെ ലെങ്ത് കൂട്ടാവുന്നതാണ്. ഇമേജിൻ്റെ ലെങ്ത്തും അങ്ങനെ തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി ഈ വീഡിയോ നമുക്ക് ഇത്രയും വീഡിയോ ലെങ്ത് കുറയ്ക്കണം. അതായത് ഇത്രയും വീഡിയോ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എങ്ങനെ ഇനി വീഡിയോ കട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗത്ത് ഈ വീഡിയോയുടെ സെക്കൻഡ് കാണിക്കുന്ന ഈ റെഡ് ലൈൻ ഇത്രയും ഭാഗം വരെ നമുക്ക് ആ വീഡിയോ ആവശ്യമുണ്ട്. അത്രയും ഭാഗത്ത് കൃത്യമായി കൊണ്ടുവച്ച ശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം മുകളിലായി കാണുന്ന കത്രിക അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിപ്പോൾ അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വീഡിയോ ആണോ, നമ്മളിപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വീഡിയോ ആണോ റൈറ്റ് സൈഡിലേക്കുള്ള വീഡിയോ ആണോ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള വീഡിയോ ആണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ റൈറ്റ് സൈഡ് രണ്ടാമത്തെ ഓപ്ഷൻ റൈറ്റ് സൈഡ് കൊടുക്കുന്നു. അത്രയും ഭാഗം കട്ടായി പോയിരിക്കുന്നു. ടിക്ക് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് കട്ടായി പോയിരിക്കുന്നു. നമുക്ക് എത്രയും മതി കട്ട് ചെയ്തു. നമുക്ക് ഈ മ്യൂസിക് ഇഷ്ടപ്പെട്ടില്ല, മ്യൂസിക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ മ്യൂസിക് എങ്ങനെ മാറ്റും? അതിന് നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്യണം. ആദ്യം നമ്മൾ വീഡിയോയ്ക്കുള്ള മ്യൂസിക് മ്യൂട്ട് ചെയ്ത് വയ്ക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം വലതുവശത്ത് മുകളിലായി കാണുന്ന സ്പീക്കർ ചിഹ്നമുണ്ടല്ലോ, വോയിസ്, അത് സെലക്ട് ചെയ്ത ശേഷം
ഓഡിയോ എല്ലാം മ്യൂട്ടാക്കി വയ്ക്കുക. ഇപ്പോൾ മ്യൂസിക് ഇല്ലാതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ നമുക്കൊരു മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യണം. ഓഡിയോ നമ്മുടെ മെയിൻ ടൂൾ ബോക്സിൽ ഓഡിയോ കണ്ട് അതിൽ നിന്ന് ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള നിങ്ങളുടെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും ഇഷ്ടമുള്ളൊരു വോയിസ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സെലക്ട് ചെയ്ത ശേഷം അതിൽ കാണിക്കുന്ന പ്ലസ് ബട്ടൺ അത് അമർത്തുക. അത് ആഡാകും. അതിനുശേഷം ടിക്ക് ബട്ടൺ കൊടുക്കുക. ഇപ്പം വീഡിയോയേക്കാൾ ഇച്ചിരി ബാക്കിലൊക്കെയാണ് ഓഡിയോ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓഡിയോ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മുമ്പോട്ട് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. വീഡിയോ ഓഡിയോ എല്ലാം കറക്റ്റായിരിക്കുകയാണ്. ശേഷം ക്ലിക്ക് നമുക്ക് ആ ഓഡിയോ കിട്ടുന്നതാണ്. ഇനി നമ്മളായിട്ട് മ്യൂസിക്കിന് പകരം നമ്മുടെ വോയിസാണ് ചേർക്കേണ്ടതെങ്കിൽ വോയിസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വോയിസ് ഇതിലൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു വീഡിയോ ചെയ്തതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഒരു അബദ്ധം സംഭവിച്ചു, നമ്മളറിയാതെ ഓഡിയോ അങ്ങ് ഡിലീറ്റായി പോവുകയാണ് നമ്മുടെ കയ്യിൽ. അതെങ്ങനെ തിരിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അതെങ്ങനെ തിരിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു ഓഡിയോ അങ്ങ് ഡിലീറ്റായിപ്പോയി. സെലക്ട് ചെയ്യാം. തിരിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടത് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ആരോയുടെ താഴെയായിട്ട് ഒരു വളഞ്ഞ ആരോ, നമുക്കത് 2 എണ്ണം കാണാം. ഒരെണ്ണമാണ് നല്ല ക്ലിയറായി വെള്ളയായി കാണാൻ കഴിയുന്നത്, മറ്റേത് അത്ര ക്ലിയർ അല്ല. കാരണം നമുക്ക് തിരിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതിൽ ഞെക്കുമ്പോൾ നമ്മൾ ഡിലീറ്റായി പോയ ആ ഓഡിയോ തിരിച്ചു വരുന്നതായി കാണാം. ഡിലീറ്റായി പോയ ഓഡിയോ തിരിച്ചു വരുന്നതായി കാണാം. ഇതുപോലെ നമുക്ക് നമ്മൾ ചെയ്തതനുസരിച്ച് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും വരാവുന്നതാണ്. നമ്മൾ ചെയ്തതിനനുസരിച്ച് ബാക്കിലോട്ടും ഇപ്പം നമ്മൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പഴയതുപോലെ നമ്മൾ തുടക്കം തൊട്ട് ചെയ്ത് അവിടെ വരെ വന്ന് നിൽക്കുന്നതാണ് വീഡിയോ. നമ്മളെല്ലാം ഇത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചേർത്തു, ഫോട്ടോ ചേർത്തു. നമ്മളിപ്പോൾ കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അറിയാത്തവർക്ക് പോലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നല്ലൊരു വീഡിയോ അവർക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം മുകൾ വശത്തായി കാണുന്ന വലത് സൈഡിൽ മുകൾ വശത്തായി കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് എക്സ്പോർട്ട് ഞെക്കുക, എസ്കേപ്പ് കൊടുക്കുക. വീഡിയോ ലോഡായി എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് പുതിയ വീഡിയോകൾ, നല്ല ക്രിയേറ്റീവായ വീഡിയോകൾ ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.